പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുനമ്പം പ്രശ്നം നമ്മുടെ ജനങ്ങളെ വല്ലാതായിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ പലരും മുനമ്പത്ത് പോയിരുന്നുവെന്ന് എനിക്കറിയാം. ഈ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി പറയുകയാണ്. ഇന്ന് കേരളത്തിലെ ലത്തീൻ മെത്രാന്മാരിൽ 16 പേരിവിടെ സന്നിഹിതരായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എല്ലാ മെത്രാന്മാരും സന്നിഹിതരായിരുന്നു. ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്നിരുന്നു. അവർ വന്നത് കേരളത്തിലെ മുസ്ലിമുകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. മുസ്ലിമുകൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് അവർ വന്നത്. അവൻ ലക്ഷ്യമിതായിരുന്നു, മുൻപ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും എന്ന് പറയാൻ മുഖ്യമന്ത്രിയോടും വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് മുൻപം പ്രശ്നം പരിഹരിക്കാൻ അവർ മുന്നിട്ട് വരുമെന്ന് അവർ പറയുകയുണ്ടായി. മാത്രമല്ല, അവർ വെളിപ്പെടുത്തിയൊരു കാര്യം, വിവിധ മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം ഈ അടുത്ത കാലത്ത് അവർ വിളിക്കുകയുണ്ടായി. അതിൽ പങ്കെടുത്ത എല്ലാവരും ഈ പ്രശ്നം ഫറൂഖ് കോളേജും മുസ്ലിം സംഘടനകളും ചേർന്നുകൊണ്ട് ഈ പാണക്കാട് തങ്ങളെ സാദിഖ് അലി തങ്ങളെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിയമിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഈ പ്രശ്നം തീരുമെന്നും നമ്മുടെ മുനമ്പത്തുള്ള നമ്മുടെ ആളുകൾ അവരുടെ ഭയത്തിൽ നിന്ന് മോചിതരാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ ഒരു പ്രശ്നമല്ല, ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ജാതിയുടെയോ പ്രശ്നമല്ല, മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് ഇവരൊക്കെ താമസിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് പറയുന്നു ആ ഭൂമി വഖഫിന്റേതാണെന്ന്. അങ്ങനെ പറയുമ്പോൾ അവരെല്ലാം പേടിച്ചു പോയി. ഇന്നും അവർ പേടിച്ചിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മുടെ കേരള ജനത മുന്നോട്ട് വരണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോട് നടക്കാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന്റെ ശക്തി പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രകടമാകും. ആ ശക്തി ഉപയോഗിച്ച് ഈ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു.